നമസ്കാരം. സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വയനാട് ഉരുൾപൊട്ടൽ 4ാം ദിനവും ദൗത്യം തുടരുന്നു. മന്ത്രിമാരും നേതാക്കളും ക്യാമ്പുകളിൽ എത്തി. കോളയാട് വനത്തിനുള്ളിൽ ഒറ്റപ്പെട്ട കുടുംബത്തിന് സുരക്ഷയൊരുക്കി തലശ്ശേരി തഹസിൽദാറും സംഘവും. കാടാച്ചിറ കണ്ണാടിച്ചാൽ കുന്ന് അപകട ഭീഷണി ഉയർത്തുന്നു. ദേശീയപാതയ്ക്കായി മണ്ണെടുത്തത് ജിയോളജി വകുപ്പിന്റെ അനുമതിയോടെ. തലയ്ക്കുമീതെ ദുരന്തം പേറുന്നത് 15ഓളം കുടുംബങ്ങൾ. കണ്ണടച്ച് അധികൃതർ. ഭാരത്തെ വെള്ളക്കെട്ടിൽ വലഞ്ഞ് നാട്ടുകാർ. ഡ്രൈനേജിന്റെ അപാകതയിൽ വരാനിരിക്കുന്നത് വലിയൊരു അപകടം. നടപ്പാത വെള്ളമെടുത്തതിനാൽ റോഡ് നടവഴിയാക്കി യാത്രക്കാർ. ഡ്രൈവർമാർ ജാഗ്രത. വാർത്തയിലേക്ക്. വയനാട്ടിൽ നിന്നും വന്നെത്തുന്നത് ഉള്ളിലേക്കുന്ന മരണവാർത്തകൾ തന്നെയാണ്. കനത്ത മഴയിൽ രക്ഷാപ്രവർത്തനം ദുഷ്കരമായി തുടരുകയാണ്. കണ്ടുകിട്ടുന്ന മൃതദേഹങ്ങൾ പലതും അപൂർണമാണ്. ആശുപത്രികളിൽ നിറഞ്ഞ അവസ്ഥയാണ്. മന്ത്രിമാരും രാഷ്ട്രീയ പ്രമുഖരും സന്നദ്ധ സേവകരും എല്ലാവരും വയനാട്ടിൽ എത്തി. അവശ്യ സാധനങ്ങളുമായി നിരവധി സ്ഥലങ്ങളിൽ നിന്നുമാണ് വാഹനങ്ങൾ വയനാട്ടിലേക്ക് തിരിച്ചിട്ടുള്ളത്. വെള്ളിയാഴ്ച ചൂരൽമല ക്യാമ്പ് ഓഫീസിൽ മന്ത്രിമാരായ മുഹമ്മദ് റിയാസ്, AK ശശീന്ദ്രൻ എന്നിവരെത്തി കാര്യങ്ങൾ വിലയിരുത്തി. പച്ചപ്പും പ്രകൃതി ഭംഗിയും ടൂറിസം സ്പോട്ടുകളെല്ലാമായി വയനാടിനെ കേരള ഭൂപടത്തിൽ അടയാളപ്പെടുത്തി വച്ചിരിക്കുകയായിരുന്നു. ദിനംപ്രതി നിരവധി ആളുകൾ വന്നുപോകുന്ന കേന്ദ്രങ്ങളുമായി. എന്നാൽ ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ അത്രയും വയനാടിനെ രേഖപ്പെടുത്തിയത് ചോര കൊണ്ടായിരുന്നു. ഒറ്റ രാത്രി കൊണ്ട് ഒരു ഗ്രാമത്തിനെയാകെ നക്കിത്തുടച്ച മഹാപ്രളയത്തിലായിരുന്നു. ഉറങ്ങാൻ കിടന്ന മനുഷ്യനെ ദുരന്തജലവും ഉലഞ്ഞ മണ്ണും ചേർത്ത് വലിച്ചിഴച്ചു കൊണ്ടുപോയത് 3ാം നാൾ. ദുരന്തമുഖത്ത് കണ്ണുനീർ പൊടിയാത്ത ഒരു കണ്ണും കാണാനാവാത്ത നിമിഷങ്ങൾ. ഉറ്റവരെ ഉടയവരെ തേടി തലങ്ങും വിലങ്ങും അലയുന്ന മനുഷ്യർ. രക്ഷാപ്രവർത്തനത്തിന് ദുർഘടമായി മഴയും കാലാവസ്ഥയും ഒരുപോലെ ഉറഞ്ഞുതുള്ളുകയാണ്. തലേനാൾ വരെയും സന്തോഷത്തോടെ ഉറങ്ങാൻ കിടന്ന മനുഷ്യനുമേൽ പ്രകൃതിയുടെ സംഹാര താണ്ഡവം. സമ്പാദ്യവും പ്രിയപ്പെട്ടവരും സ്വന്തം കൈക്കുമ്പിളിൽ നിന്നും ഊർന്നു പോകുന്ന കാഴ്ച നോക്കി നിന്ന് പ്രിയപ്പെട്ടവർ. ഏതൊരുവനും ഹൃദയം തകർന്നാണ് വയനാട്ടിൽ ഇപ്പോൾ നിലകൊള്ളുന്നത്. ചെളിപുതഞ്ഞ വീടുകൾ, കടവരാന്തകൾ, ആശുപത്രികൾ, മലവെള്ളം നക്കിത്തുടയ്ക്കാത്ത ഒരിടവും അവിടെയില്ല. ചെളിയിൽ പുതഞ്ഞ പല ജീവനുകളും രക്ഷാപ്രവർത്തകന്റെ കാലൊച്ചയ്ക്കായി കാത്തിരുന്ന നിമിഷങ്ങൾ. മുണ്ടക്കൈ, ചൂരൽമല പ്രദേശങ്ങൾ തീർത്തും ഒറ്റപ്പെട്ട അവസ്ഥ. ഇരുൾ കവർന്നത് ഒരു വിദ്യാലയം ഉൾപ്പെടെ കുറേയധികം പിഞ്ചുദേഹങ്ങളെ കൂടിയാണ്. ഓരോ ചില്ലറത്തൊട്ടുകളും കൂട്ടിവെച്ച് നാളേക്കുള്ള സമ്പാദ്യത്തിനായി കാത്തുവെച്ചതും മണ്ണ് കൊണ്ടുപോയി. പല കോണുകളിൽ നിന്നും സുമനസുകൾ ഭക്ഷണമായും വസ്ത്രമായും പണമായും ശേഖരിച്ചയക്കുന്ന കാഴ്ചകളാണ് പിന്നീട് മലയാളികൾ കണ്ടത്. സൈന്യവും സന്നദ്ധ സംഘടനകളും സാധാരണ മനുഷ്യരും കൈമേയ് മറന്ന് അഹോരാത്രം ഒരു ജീവനെയെങ്കിലും തിരികെ പിടിക്കാനുള്ള തത്രപ്പാടിലാണ്. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ വിറങ്ങലിച്ച കുഞ്ഞു മനസ്സുകളെയും സർവവും നഷ്ടപ്പെട്ട് ഇനി എന്ത് എന്ന ചോദ്യത്തിന് മുന്നിൽ പകച്ചുപോയ കുറേയേറെ മനുഷ്യരെയും നമുക്ക് ചേർത്തു പിടിക്കേണ്ടതുണ്ട്. അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരേണ്ടതുണ്ട്. വയനാടിനെ വീണ്ടും പച്ച പുതപ്പിക്കേണ്ടതുണ്ട്. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്. വനത്തിനുള്ളിൽ ഒറ്റപ്പെട്ടു പോയ ട്രൈബൽ കുടുംബങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കി തലശ്ശേരി തഹസിൽദാറും സംഘവും. കോളയാട് വില്ലേജിൽ വനത്തിൽ ഒറ്റപ്പെട്ടു പോയ പാറക്കാട് പ്രദേശത്ത് 40ഓളം ട്രൈബൽ കുടുംബങ്ങളിലെ 100ഓളം അംഗങ്ങളുടെ സുരക്ഷയാണ് ഇതോടെ ഉറപ്പായത്. ഇവരുടെ കുടുംബങ്ങൾക്കുള്ള അവശ്യ സാധനങ്ങളും വിതരണം ചെയ്തു. തലശ്ശേരി താലൂക്കിൽ കോളയാട് വില്ലേജിലെ വനത്തിനുള്ളിൽ ഒറ്റപ്പെട്ടുപോയ പാറക്കാട് പ്രദേശത്തെ 40ഓളം ട്രൈബൽ കുടുംബങ്ങളിലെ 100ഓളം അംഗങ്ങളുടെ സുരക്ഷയാണ് തലശ്ശേരി തഹസിൽദാറും സംഘവും ഉറപ്പാക്കിയത്. കോഴിക്കോട് ജില്ലയിലെ വിലങ്ങാട് വഴി വാഹന സൗകര്യമില്ലാത്ത കാട്ടിലൂടെ 6 കിലോമീറ്ററോളം നടന്നു. കഴിഞ്ഞ 2 ദിവസമായി തലശ്ശേരി തഹസിൽദാർ CP മണിയുടെ നേതൃത്വത്തിൽ ഡെപ്യൂട്ടി തഹസിൽദാർമാരായ V രാജേഷ്, K രമേശൻ, ക്ലർക്കുമാരായ പ്രത്യുഷ്, ശരത് എന്നിവർ എത്തിയാണ് അവരുടെ സുരക്ഷ ഉറപ്പാക്കിയത്. ഇവരുടെ കുടുംബങ്ങൾക്കുള്ള 50 ഭക്ഷ്യക്കിറ്റുകളും വിതരണം ചെയ്തു. കൂൺ കൃഷിയിലൂടെ ലഭിച്ച 15,000 രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി മാതൃകയായി ഇരിട്ടി ഹയർ സെക്കൻഡറി സ്കൂൾ NSS വളണ്ടിയർമാരായ വിദ്യാർത്ഥികളും അധ്യാപകരും. പ്രോഗ്രാം ഓഫീസർ PCBയുടെ നേതൃത്വത്തിലുള്ള ഇരിട്ടി ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റ് കളക്ടറുടെ ചേംബറിൽ വെച്ച് 15,000 രൂപ ജില്ലാ കളക്ടർ അരുൺ K വിജയന് കൈമാറി. നിരവധി സേവന സന്നദ്ധ പ്രവർത്തനങ്ങളുടെ അംഗീകാരങ്ങൾ കൊയ്ത ഇരിട്ടി ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ 2 വർഷമായി സ്കൂളിൽ നടത്തിയ കൂൺ കൃഷിയും വിളവെടുപ്പും വിൽപ്പനയും ഏറെ പ്രശംസ നേടിയിരുന്നു. പരീക്ഷണാടിസ്ഥാനത്തിൽ കഴിഞ്ഞ വർഷം നടത്തിയ കൂൺ കൃഷി വിജയനേട്ടം കൊയ്തതിന്റെ പശ്ചാത്തലത്തിലാണ് ഇക്കുറിയും NSS വളണ്ടിയർമാരുടെ നേതൃത്വത്തിൽ സ്കൂളിൽ കൂൺ കൃഷിക്ക് വിത്തിട്ടത്. 2 വർഷങ്ങളിലായി നടത്തിയ കൂൺ വിൽപ്പനയിലൂടെ സമ്പാദിച്ച സമ്പാദ്യമാണ് വിദ്യാർത്ഥികൾ ഉരുളെടുത്ത വയനാടിന്റെ ദുരിതക്കണ്ണീരൊപ്പാനായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറിയത്. ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റിലുള്ള വിദ്യാർത്ഥികളാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. കാരണം
2 വർഷമായി വിദ്യാർത്ഥികൾ കൂൺ കൃഷിയിലൂടെ സമാഹരിച്ചിട്ടുള്ള തുകയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക്, കാരണം ഈ ഒരു മഹാമാരി വയനാട്ടിനെ കീഴ്പ്പെടുത്തിയ സമയത്ത് ഞങ്ങളാൽ ആവുന്നത് നൽകണമെന്ന് വിദ്യാർത്ഥികൾ അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് NSS യൂണിറ്റിലുള്ള NSSൻ്റെ പ്രോഗ്രാം ഓഫീസർ സിബി ടീച്ചറും അതുപോലെ തന്നെ ഏതാനും NSS വളണ്ടിയർമാരും കൂട്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ഈയൊരു തുക, നമ്മളാൽ കഴിയുന്ന ഒരു സഹായം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ബഹുമാനപ്പെട്ട നമ്മുടെ കലക്ടർ മുഖാന്തരം എത്തിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. കാർഷിക വൃത്തിയിൽ പുതിയ തലമുറയെ തൽപരരാക്കുന്നതിനും കൂൺ കൃഷിയിലൂടെ ലഭിക്കുന്ന ലാഭവിഹിതം ജീവകാരുണ്യ പ്രവർത്തനത്തിനായി വിനിയോഗിക്കണമെന്നുള്ള മാതൃകാപരമായ ലക്ഷ്യവുമായാണ് കൃഷി വകുപ്പിന്റെ സാങ്കേതിക സഹായത്തോടെയും കൂൺ കർഷകരുടെ സഹകരണത്തോടെയും സ്കൂളിൽ കൂൺ കൃഷി ആരംഭിച്ചത്. ചിപ്പിക്കൂപ്പൺ വിഭാഗത്തിൽപ്പെട്ട ഓയിസ്റ്റർ വിത്തിനമാണ് കൃഷി ചെയ്തത്. 3 ആഴ്ച കൊണ്ട് തന്നെ പാകമായ കൂണിന്റെ വിളവെടുപ്പ് 2 ആഴ്ച മുമ്പാണ് നടന്നത്. ചടങ്ങിൽ സ്കൂൾ പ്രിൻസിപ്പൽ KV സുജേഷ് ബാബു, NSS പ്രോഗ്രാം ഓഫീസർ P. സിബി, അധ്യാപകരായ K. ബെൻസിരാജ്, KJ ബിൻസി, TV റീന, മേഘന റാം, NSS ലീഡർ KK നഫ്ല, K. റഫ്നാസ്, വളണ്ടിയർമാരായിട്ടുള്ള വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു. മാനേജർ KT അനൂപ്, കൂൺ കൃഷിക്കാരായ രാഹുൽ ഗോവിന്ദും സംഘവും, കൃഷി ഓഫീസർ രാകേഷ്, PTA പ്രസിഡന്റ് സന്തോഷ് കോയിറ്റി, അധ്യാപകരായ K. ശ്രീവിദ്യ, M. അനിത എന്നിവരാണ് കൂൺ കൃഷിക്ക് നേതൃത്വം നൽകിയത്. മാധ്യമപ്രവർത്തകൻ MV നികേഷ് കുമാർ CPM കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിലേക്ക്. തീരുമാനത്തിന് സംസ്ഥാന കമ്മിറ്റിയുടെ അനുമതി ലഭിച്ചതായി ബന്ധപ്പെട്ടവർ അറിയിച്ചു. ജില്ലാ കമ്മിറ്റി യോഗത്തിൽ PV ഗോപിനാഥ് അധ്യക്ഷനായി. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ, കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ PK ശ്രീമതി ടീച്ചർ, KK ശൈലജ ടീച്ചർ, ജില്ലാ സെക്രട്ടറി MV ജയരാജൻ എന്നിവർ യോഗത്തിൽ സംസാരിച്ചു. സിറ്റി ന്യൂസിൽ ഇനിയൊരു ഇടവേളക്കുമ്പായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വയനാട് ഉരുൾപൊട്ടൽ 4ാം ദിനവും ദൗത്യം തുടരുന്നു. മന്ത്രിമാരും നേതാക്കളും ക്യാമ്പുകളിൽ എത്തി. കോളയാട് വനത്തിനുള്ളിൽ ഒറ്റപ്പെട്ട കുടുംബത്തിന് സുരക്ഷയൊരുക്കി തലശ്ശേരി തഹസിൽദാറും സംഘവും. കാടാച്ചിറ കണ്ണാടിച്ചാൽ കുന്ന് അപകട ഭീഷണി ഉയർത്തുന്നു. ദേശീയപാതയ്ക്കായി മണ്ണെടുത്തത് ജിയോളജി വകുപ്പിന്റെ അനുമതിയോടെ. തലയ്ക്കുമീതെ ദുരന്തം പേറുന്നത് 15ഓളം കുടുംബങ്ങൾ. കണ്ണടച്ച് അധികൃതർ. ഭാരത്തെ വെള്ളക്കെട്ടിൽ വലഞ്ഞ് നാട്ടുകാർ. ഡ്രൈനേജിന്റെ അപാകതയിൽ വരാനിരിക്കുന്നത് വലിയൊരു അപകടം. നടപ്പാത വെള്ളമെടുത്തതിനാൽ റോഡ് നടവഴിയാക്കി യാത്രക്കാർ. ഡ്രൈവർമാർ ജാഗ്രത. പറഞ്ഞ തുക മുഴുവനുണ്ട്, വേണ എണ്ണി നോക്കിക്കോളൂ. അത് കുഴപ്പമില്ല. നീ പോലെ മേക്കപ്പ് ആർട്ടിസ്റ്റൊക്കെ ആയി നന്നായി സമ്പാദിക്കുന്നുണ്ടല്ലോ. എന്ത് ചെയ്യാനാ മോളെ, ജീവിക്കണ്ടേ? കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇത്തരം വർക്ക്സ് ഒക്കെ ചെയ്യാൻ പറ്റും. അതിന് എക്സ്പീരിയൻസ് ഒക്കെ വേണ്ടേ? പെർഫെക്റ്റ് ട്രെയിനിങ് കിട്ടുന്നുണ്ടെങ്കിൽ എല്ലാം സിമ്പിൾ അല്ലേ? കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ തന്നെ സമ്പാദിക്കാൻ പറ്റുന്ന രീതിയിലാണ് GITD അവരുടെ ഓരോ സിലബസും ട്രെയിനിങ്ങും എല്ലാം ക്രമീകരിച്ചിട്ടുള്ളത്. Professional Diploma in Fashion Designing, Advanced Diploma in Fashion Designing and Diploma in Fashion Designing. Professional Diploma in Beautician and Cosmetology, Advanced Diploma in Beautician and Cosmetology and Diploma in Beautician. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സ്, കൂടാതെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസുകൾ. GITD തൊഴിൽ പരിശീലനത്തിലൂടെ സ്ത്രീ ശാക്തീകരണം. GITD എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം.
Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. വാർത്തയിലേക്ക്. ദുരന്തത്തിന്റെ വക്കിലൊരു നാട്. കടമ്പൂർ വില്ലേജിൽ കണ്ണൂർ കൂത്തുപറമ്പ് റോഡിൽ കാടാച്ചിറ രജിസ്റ്റർ ഓഫീസ് പരിസരത്താണ് കുന്നു തുരന്ന് മണ്ണ് കടത്തിയതിന്റെ പ്രത്യാഘാതമായി 15ഓളം കുടുംബങ്ങൾ ഭീതിയോടെ കഴിയുന്നത്. ജിയോളജി വകുപ്പിന്റെ അനുമതിയുടെ മറവിൽ ഹൈവേ നിർമ്മാണത്തിനായി രാപകലില്ലാതെ മണ്ണ് കടത്തിയപ്പോൾ വീണ്ടും ഒരു മുണ്ടക്കൈക്കുള്ള പാതയാണ് ഇവിടെ തുറന്നുകൊടുത്തത്. കണ്ണടച്ചിരിക്കുന്ന അധികാരികൾ ഒരുപക്ഷെ ഒരു ദുരന്തത്തോടെ മാത്രമേ ഉണരൂ എന്ന് തന്നെയാണ് ഈ മണ്ണെടുപ്പും വ്യക്തമാക്കുന്നത്. കണ്ണാടിച്ചാൽ മുണ്ടോൻപറമ്പിലെ കുന്ന് അശാസ്ത്രീയമായി ഇടിച്ചത് കാരണമാണ് സമീപവാസികൾ ആശങ്കയിൽ ആയിരിക്കുന്നത്. കാരണം വയനാട്ടിലെ ഉരുൾപൊട്ടലിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഈ കുന്നിടിക്കലും ഭീതിയായി നാട്ടുകാർക്ക് അനുഭവപ്പെട്ടു തുടങ്ങിയത്. ദേശീയപാത വികസനത്തിനാണ് കുന്നിടിച്ചത് എന്ന് പറയുന്നുണ്ടെങ്കിലും കനത്ത മഴയായതോടെ ചെളി ഊർന്നിറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് കാരണം പറമ്പിന്റെ ഉടമയെ നാട്ടുകാർ ആശങ്ക അറിയിച്ചതുമാണ്. അന്ന് കുന്നുകൾ തട്ടുകളാക്കി തരുമെന്നും ഉറപ്പിലാണ് ഇടിച്ചതെന്നും സമീപവാസികൾ കൂട്ടിച്ചേർത്തു. ജിയോളജി വകുപ്പിന്റെ അനുമതിയോടെ ആണ് ഈ മണ്ണ് മുഴുവൻ എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ ഇളക്കിയിട്ട മണ്ണ് പോലും ജിയോളജി വകുപ്പിൻ്റെ പെർമിഷനുള്ള സമയത്ത് എടുത്തു മാറ്റാൻ പറ്റാത്തതിൻ്റെ ഒരു വലിയ ഒരു ദുരന്തം ഇന്നിപ്പോൾ ഈ പ്രദേശവാസികളായ ഒരു 10-20ഓളം വീട്ടുകാർ നേരിടുകയാണ്. ഈ കുന്ന് ഏത് സമയത്തും ഇടിഞ്ഞു താഴും എന്നുള്ള നിലയിലാണ്. നമ്മുടെ ഈ പ്രദേശവാസികൾ പഞ്ചായത്തിലും വില്ലേജിലും താലൂക്കിലും കളക്ടറുടെ അടുത്ത് പോലും ഇതിനു വേണ്ടുന്ന പരിഹാരം ഉണ്ടാക്കി കിട്ടുവാൻ വേണ്ടി അപേക്ഷ കൊടുത്തിട്ട് കാത്തിരിക്കുകയാണ്. പക്ഷെ ഇന്ന് വരെ ആരും നമ്മുടെ ജീവനോ നമ്മുടെ ഈ സ്വത്തിനോ ഭൂമിക്കോ വീട്ടിനോ ഒരു മുൻഗണനയും കൊടുക്കാതെ അവര് ഒരു നിരുത്തരവാദപരമായ സമീപനമാണ് ഇപ്പോൾ നമ്മളോട് കാണിക്കുന്നത്. മഴ പെയ്തതോടെ മണ്ണും ചെളിയും കുത്തിയൊലിച്ച് സമീപത്തെ വീടുകളിലും കണ്ണൂർ കൂത്തുപറമ്പ് സംസ്ഥാന പാതയിലും എത്തി. ഇതോടെ ഇരുചക്ര വാഹനങ്ങളടക്കം റോഡിൽ നിന്നും തെന്നാനും തുടങ്ങി. മാത്രവുമല്ല കാൽനട പോലും ദുഷ്കരമായി. കഴിഞ്ഞ ദിവസം വെള്ളവും ചെളിയും കുത്തിയൊലിച്ചതിനെ തുടർന്ന് സമീപത്തെ സുരേഷ് ബാബുവിന്റെ മതിലും ഇടിഞ്ഞു വീണു. പഞ്ചായത്ത് ഓഫീസ്, വില്ലേജ് ഓഫീസ്, കളക്ടർ എന്നിവർക്ക് പരാതി നൽകിയെങ്കിലും ഒരു നടപടിയും ഇല്ലെന്ന് നാട്ടുകാർ പറയുന്നു. ഇതോടെ മഴ നനക്കുന്ന ദിവസങ്ങളിൽ സമീപവാസികൾ വീടുകളിൽ നിന്നും മാറി താമസിക്കുകയാണ്. ജിയോളജി വകുപ്പിന്റെ അനുമതിയോടെയാണ് മണ്ണെടുത്തതെന്ന് പറയുന്നുണ്ടെങ്കിലും ഏത് രീതിയിലാണ് മണ്ണെടുക്കുന്നത് എന്നോ സമീപവാസികൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമോ എന്നും ആരും പരിശോധിച്ചിട്ടില്ല. വയനാട് സംഭവം ഇപ്പോൾ നമ്മുടെ കൺമുന്നിൽ കൂടി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ ജിയോളജി വകുപ്പും ദുരന്ത നിവാരണ സമിതിയും അധികൃതരും മുൻകൈയെടുത്ത് ശാശ്വത പരിഹാരം ഉണ്ടാക്കണം. മാലിയൻ സമുദായ അംഗങ്ങളുടെ അവകാശങ്ങൾ തീയക്ഷേമ സഭ നിഷേധിക്കുന്നതായും ഭാരവാഹികൾ ആരോപിച്ചു. മാലിയൻ സമുദായോദ്ധരണ സംഘം ഭാരവാഹികൾ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ആരോപണം. മുത്തപ്പൻ വെള്ളാട്ട് സമയങ്ങളിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന കൂലി ഏകീകരണവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ തർക്കം ഉടലെടുത്തിട്ടുള്ളത്. വീടുകളിൽ മുത്തപ്പൻ വെള്ളാട്ടത്തിന് കിട്ടിക്കൊണ്ടിരുന്ന കോള് അഥവാ കൂലി കണ്ണപുരം മേഖലാ കമ്മിറ്റി ഏകീകരിച്ചത് പ്രതിഷേധാർഹമാണെന്നും ഇതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചിട്ടുണ്ട്. നിലവിൽ 2000 രൂപ കോള് കിട്ടിക്കൊണ്ടിരുന്നത് ഇപ്പോൾ 1200 രൂപയായി ഏകീകരിക്കാനാണ് തീയക്ഷേമ സഭയുടെ നീക്കമെന്നും ഇത് ആചാരലംഘനവും തൊഴിൽ നിഷേധവും സമുദായത്തോടുള്ള വെല്ലുവിളിയുമാണെന്ന് ഇവർ പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ഭാഗമായി ഈ വാദ്യ കലാകാരന്മാർ അവരുടെ കുടുംബത്തെ പോറ്റാൻ വളരെയധികം പ്രയാസപ്പെടുന്ന ഒരു കാലഘട്ടമാണിത്. 1200 രൂപ ഇന്ന് വളരെ തുച്ഛമായ ഒരു പൈസയാണ്. അപ്പോൾ അത് 2000 രൂപയിൽ തന്നെ നിജപ്പെടുത്തണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. കാരണം അതൊരു സാമാന്യ രീതിയിലുള്ള ഒരു കൂലിയാണ്. ഒരു 5-8 മണിക്കൂർ അല്ലെങ്കിൽ 10 മണിക്കൂർ വാദ്യം എടുത്തിട്ടാണ് ഈ 2000 രൂപ വേണമെന്ന് പറയുന്നത്. ഇന്ന് ഒരു 5 മണിക്കൂർ നമ്മുടെ വീടുകളിൽ ഒരാൾ കൂലിപ്പണി എടുത്താൽ 1000-1200 രൂപയാണ്. ഇത് രാത്രിയും പകലും നമ്മൾ പണി ചെയ്തിട്ടാണ് ഈ 2000 രൂപ വാങ്ങിക്കുന്നത്. അത് അധികമാണെന്ന് പറയും. ഇവരുടെ ഈ ധാർഷ്ട്യ മനോഭാവത്തിന് എതിരെ ഞങ്ങൾ ശക്തമായി പ്രതിഷേധിക്കുകയും ചെയ്യുക. വാർത്താ സമ്മേളനത്തിൽ AKP അനീഷ് പണിക്കർ, CP പ്രകാശൻ, പവിത്രൻ പള്ളിക്കുന്ന്, P കൃഷ്ണൻ, ഉത്തമൻ ആലക്കാട്ട് എന്നിവർ പങ്കെടുത്തു. ദേശീയ ജന്തുരോഗ നിയന്ത്രണ പദ്ധതി കുളമ്പ് രോഗ നിയന്ത്രണ പദ്ധതിയുടെ 5ാം ഘട്ടം ചർമ്മ മുഴരോഗ പ്രതിരോധ കുത്തിവയ്പ് 2ാം ഘട്ട ജില്ലാതല ഉദ്ഘാടനം ആഗസ്റ്റ് 5-ന് ജില്ലാ വെറ്റിനറി കേന്ദ്രം ഹാളിൽ നടക്കും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ ഉദ്ഘാടനം ചെയ്യുമെന്ന് ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഡോക്ടർ B പ്രശാന്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു.
ഓഗസ്റ്റ് 5 മുതൽ സെപ്റ്റംബർ 13 വരെയാണ് വീടുകളിലെത്തി കന്നുകാലികൾക്ക് വാക്സിനേഷൻ നൽകുന്നത്. പ്രതിരോധ കുത്തിവയ്പ് കൊണ്ട് എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ സർക്കാർ നഷ്ടപരിഹാരം നൽകുമെന്നും മുഴുവൻ കർഷകരും അവസരം പ്രയോജനപ്പെടുത്തണമെന്നും അദ്ദേഹം അറിയിച്ചു. തന്നെ 6 മാസത്തിൽ കൂടുതൽ ഗർഭിണികളായിട്ടുള്ള പശുക്കളും അതല്ലെങ്കിൽ മറ്റു രോഗങ്ങൾ ഉള്ളവയും ഒഴിവാക്കി ബാക്കിയുള്ള മുഴുവൻ ഉരുക്കളെയും കുത്തിവയ്പ് സൗജന്യമായി ചെയ്യുക എന്നുള്ളതാണ് ഗവൺമെൻറ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൽ ഈ രോഗം കുളമ്പ് രോഗവും ചർമ്മമുഴ രോഗവും രോഗപ്രതിരോധ വാക്സിനിലൂടെ മാത്രമേ പ്രതിരോധിക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് രോഗം വരില്ല എന്നുള്ളതിലുപരിയായിട്ട് ഈ ഉരുക്കളുടെ ഉൽപ്പാദനം പൂർണ്ണമായി നഷ്ടപ്പെട്ട് കർഷകർക്കൊരു സാമ്പത്തിക ബാധ്യതയായി മാറുന്ന ഒരു രോഗമാണ് കുളമ്പ് രോഗം. നമുക്കെല്ലാവർക്കും അറിയാം. കാരണം എത്ര ലിറ്റർ പാലുള്ള പശുവായാലും ശരി, രോഗം വന്നു കഴിഞ്ഞാൽ പിന്നെ ഉൽപ്പാദനം പൂർണ്ണമായി നഷ്ടപ്പെടുന്ന ഒരു രോഗമാണ് ഒന്നത്. രണ്ടാമത്തത്, ഈ രോഗം വൈറസ് രോഗമായതുകൊണ്ട് തന്നെ രോഗം വന്നു കഴിഞ്ഞാൽ ചികിത്സ ഫലപ്രദമല്ല. പക്ഷേ രോഗം പിന്നീട് പല രീതിയിൽ ബാക്ടീരിയൽ ഇൻഫെക്ഷനൊക്കെ വന്ന് കോംപ്ലിക്കേറ്റഡ് ആവാതിരിക്കാൻ വേണ്ടി പലപ്പോഴും രോഗം വന്നു കഴിഞ്ഞാൽ ധാരാളമായി ആൻറ്റിബയോട്ടിക്കുകളും ഒക്കെ തന്നെ ഉപയോഗിക്കേണ്ടി വരും. അത് നമുക്ക് ഈ പറഞ്ഞ രീതിയിലുള്ള നമ്മുടെ ഭക്ഷ്യസുരക്ഷയെയും അതുപോലെ തന്നെ പൊതുജന ആരോഗ്യത്തെയും ഒക്കെ ബാധിക്കുന്നതാണ്. അപ്പോൾ ഈ 2 രോഗങ്ങളും വരാതിരിക്കുമ്പോൾ നമുക്ക് മൃഗങ്ങളിലുള്ള ഈ പറഞ്ഞ രീതിയിലുള്ള അനാവശ്യമായിട്ടുള്ള ആൻറ്റിബയോട്ടിക് ഉപയോഗങ്ങൾ ഒഴിവാക്കാൻ സാധിക്കുകയും കർഷകർക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ ഈ നല്ല ഉൽപ്പാദനമുള്ള ഉരുക്കളെ നിലനിർത്താനും സാധിക്കും. ഇതാണ് നമ്മുടെ ഈ ക്യാമ്പയിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡോക്ടർ ബിനോയ് വർഗീസ്, ഡോക്ടർ KS ജയശ്രീ എന്നിവരും പങ്കെടുത്തു. കണ്ണൂർ മട്ടന്നൂർ ഹൈവേയിൽ വാരത്ത് വെള്ളക്കെട്ടിൽ വലഞ്ഞ് നാട്ടുകാർ. വാരം CHM ഹൈസ്കൂളിൻ്റെയും CH സെൻറ്റർ, വാരം ഹോസ്പിറ്റൽ തുടങ്ങിയ സ്ഥാപനങ്ങളിലേക്കും എത്തുന്ന ഹൈവേയിലാണ് വെള്ളക്കെട്ട് രൂക്ഷമായിട്ടുള്ളത്. വെള്ളക്കെട്ട് ഒഴിവാക്കി റോഡിലൂടെയാണ് പലരും ഇപ്പോൾ നടക്കുന്നത്. മഴ കനത്തിൽ ഒന്ന് പെയ്താൽ പിന്നെ കണ്ണൂർ മട്ടന്നൂർ ഹൈവേയിൽ വെള്ളം പൊങ്ങി തുടങ്ങും. പിന്നെ വാരം CHM സ്കൂളിൻ്റെയും CH സെൻറ്റർ, വാരം ഹോസ്പിറ്റൽ തുടങ്ങിയ സ്ഥലത്തേക്ക് എത്തുന്നത് പ്രയാസകരമാവും. വെള്ളക്കെട്ട് രൂക്ഷമാവുകയും യാത്രക്കാർക്കും കുട്ടികൾക്കും ഇതുവഴി യാത്ര ചെയ്യാനും പറ്റാത്ത അവസ്ഥ വന്നു ചേരും. പിന്നീട് കാൽനട റോഡിന്മേലാവും. വെള്ളക്കെട്ട് ഒഴിവാക്കാൻ യാത്രക്കാരും കുട്ടികളും റോഡിൽ കയറി നടക്കുന്നത് വൻ അപകടത്തിന് വഴിവെക്കുന്നതാണ്. മുൻ വർഷങ്ങളിൽ TO മോഹനൻ മേയറായ സമയത്ത് അതിന് താൽക്കാലികമായ പരിഹാരം കണ്ടിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോഴുള്ള വെള്ളക്കെട്ടിലും എത്രയും പെട്ടെന്ന് ശാശ്വതമായ പരിഹാരം കാണണം എന്ന് തന്നെയാണ് നാട്ടുകാരുടെ ആവശ്യം. അതേപോലെ CHM ഹൈസ്കൂൾ, അതുപോലെ CH സെൻറ്റർ, മറ്റ് ഹോസ്പിറ്റലുകളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് ഈ വാരം സ്റ്റോപ്പ്, ഹോസ്പിറ്റൽ സ്റ്റോപ്പ് എന്ന് പറയുന്നത്. അവിടെ മഴ പെയ്താൽ, ഒരു ചെറിയ മഴ പെയ്താൽ തന്നെ വെള്ളക്കെട്ട് രൂക്ഷമാകുന്നൊരു സാഹചര്യമാണ് എല്ലാ ദിവസവും ഇവിടെ കാണുന്നത്. അത് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളൊക്കെ കോർപ്പറേഷൻ നടത്തിയിരുന്നു. ഈ പ്രാവശ്യം അങ്ങനെയൊന്നും ചെയ്തു കാണുന്നില്ല. അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും ഡ്രെയിനേജ് നിറഞ്ഞ് വെള്ളം പോകാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ സ്കൂളുകളില്ലാത്ത ദിവസമായതുകൊണ്ടാണ് ഇന്ന് അതിൻ്റെ ഭീകരത നിങ്ങൾക്ക് മനസ്സിലാവാത്തത്. സ്കൂളിലെ ദിവസം വളരെ ദയനീയമാണ്. കുട്ടികൾ കടന്നു പോകുമ്പോഴും പ്രായമുള്ളവരും അത് ഹോസ്പിറ്റലൊക്കെ വരുന്ന ആളുകളൊക്കെ കടന്നു പോകുമ്പോഴൊക്കെ വലിയ പ്രയാസം നേരിടുന്നുണ്ട്. അതുകൊണ്ട് അധികൃതർ ഇതിൻ്റെ എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം കാണണമെന്നാണ് ആവശ്യപ്പെടാൻ. മദ്യനിരോധ സമിതി കണ്ണൂർ ജില്ലാ കമ്മിറ്റി K. അപ്പനായർ അനുസ്മരണം സംഘടിപ്പിച്ചു. കണ്ണൂർ ജവഹർ ലൈബ്രറി മിനി കോൺഫറൻസ് ഹാളിൽ മുൻ ജില്ലാ പ്രസിഡന്റ് NG രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. രഘുമാഷ പറഞ്ഞു, അദ്ദേഹം പ്രസംഗിക്കുന്നത് ഞാനും കേട്ടിട്ടില്ല. അദ്ദേഹം പ്രസംഗത്തിൻ്റെ പാഠവം അല്ല അദ്ദേഹം കൈകാര്യം ചെയ്തത്. 10 ആൾ കൂടുന്ന സ്ഥലങ്ങളിൽ ലഘുലേഖകൾ തയ്യാറാക്കിക്കൊണ്ട് തെരുവോരത്ത് നിന്ന് അത് വിതരണം ചെയ്യുമ്പോൾ ചില ആൾക്കാരെ പുച്ഛത്തോടുകൂടി മുഖത്ത് പോലും നോക്കാതെ പോവുകയും മറ്റുള്ള ആൾക്കാർ അത് വാങ്ങിയിട്ട് തലക്കെട്ട് നോക്കിയിട്ട് ഞെരടി താഴെ ഇടുകയും ചുരുക്കം ചില ആൾക്കാർ അത് വായിച്ച് അതിൻ്റെ ഉള്ളടക്കം മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്നു എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പം അദ്ദേഹം മദ്യനിരോധന സമിതി ജില്ലാ പ്രസിഡന്റ് A. രഘുമാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. പവിത്രൻ കൊതേരി, T. ചന്ദ്രൻ, OP വിജയകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ഈ വർഷം മുതൽ തുടങ്ങുന്ന കേരള സൂപ്പർ ലീഗിലെ കണ്ണൂരിൻ്റെ ടീമായ കണ്ണൂർ വാരിയേഴ്സ് FC ലോഗോ ജേഴ്സി പ്രകാശനം നടന്നു. മലബാർ റെസിഡൻസിയിൽ നടന്ന പ്രകാശനം കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലിം മഠത്തിൽ നിർവഹിച്ചു. കേരളത്തിലെ ഫുട്ബോളിന്റെ മുഖച്ഛായ മാറ്റുന്നതിനോടൊപ്പം കണ്ണൂരിലെ ഫുട്ബോൾ രംഗത്ത് കാതലായ മാറ്റങ്ങൾ വരുത്തുവാൻ ക്ലബ്ബ് പ്രതിജ്ഞാബദ്ധമാണെന്ന് ക്ലബ്ബ് ഉടമകളിൽ ഒരാളായ ഡോക്ടർ MP ഹസൻ കുഞ്ഞി പറഞ്ഞു. Conversation started with Hassan Ka about 8 months back. ഞങ്ങളുടെ വളരെ ഡിയർ ഫ്രണ്ടും കൂടെയാണ്. Like last 15 years we know each other, and when we approached him, so Hassan Ka first our Kannur was his actual major concern. So
apart from all the good things what he is doing, I think the support what he is given to football is amazing. And Super League Kerala, ഒരു 3 മാസം മുമ്പേ it was just Super League Kerala, but ഇന്ന് ഞങ്ങളുടെ 6 strong pillars ആണുള്ളത്. 6 franchise owners were very, very strong corporate houses from Kerala and Middle East. They have come together to support this cause of football, and Kannur definitely forms the best part of that. And I'm sure Hassan Khan has got, under his leadership, got a lot of plans. And നമ്മുടെ league, we also have an exemption to get 6 foreign players apart from the national players, in which we are also trying to promote a lot of Kerala talents. About 35% of the team is reserved for Kerala players alone. കേരളത്തിലും മറ്റ് സംസ്ഥാനങ്ങളിലുമുള്ള മികച്ച കളിക്കാർക്ക് അവസരം നൽകുക, യുവതാരങ്ങളെ വളർത്തിയെടുക്കുക, ഒപ്പം വിദേശ താരങ്ങളെ ചേർത്ത് ക്ലബിന് ഒരു അന്താരാഷ്ട്ര മുഖം നൽകുക എന്നതാണ് ക്ലബിന്റെ ലക്ഷ്യം. ആഗസ്റ്റ് 31 കൊച്ചി ജവഹർലാൽ നെഹ്റു അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ വെച്ചാണ് സൂപ്പർ ലീഗ് കേരളയുടെ കളികൾ തുടക്കമാകുക. തിരുവനന്തപുരം കൊമ്പൻസ്, ഫോഴ്സ് കൊച്ചി FC, തൃശൂർ റോർ ഫുട്ബോൾ ക്ലബ്ബ്, മലപ്പുറം ഫുട്ബോൾ ക്ലബ്ബ്, കാലിക്കറ്റ് ഫുട്ബോൾ ക്ലബ്ബ്, കണ്ണൂർ വാരിയേഴ്സ് ഫുട്ബോൾ ക്ലബ്ബ് എന്നിങ്ങനെ 6 ക്ലബ്ബുകൾ നിലവിൽ മത്സരിക്കും. ടീമുകൾ മത്സരിക്കുന്ന ലീഗിൽ ക്വാളിഫയർ റൗണ്ടിൽ 30 മത്സരങ്ങളാണ് നടക്കുക. ക്വാളിഫയറിൽ നിന്നും 4 ടീമുകൾ സെമി ഫൈനലിലും വിജയികൾ ഫൈനലിലും മത്സരിക്കും. ക്ലബ്ബ് ഉടമകളായ ഡോക്ടർ അജിത് ജോയ്, CA മുഹമ്മദ് സാലിഖ്, മിബു ജോസ് നെറ്റിക്കാടൻ, ഡെപ്യൂട്ടി മേയർ P ഇന്ദിര തുടങ്ങിയവരും സംസാരിച്ചു. സ്വർണ്ണം വെള്ളി നിരക്ക്. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അഴീക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. സ്വർണം ഗ്രാമിന് 30 രൂപ കൂടി 1 ഗ്രാം സ്വർണം 6480, പവന് 51,840 രൂപ, വെള്ളി 91 രൂപ. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വയനാട് ഉരുൾപൊട്ടൽ 4ാം ദിനവും ദൗത്യം തുടരുന്നു. മന്ത്രിമാരും നേതാക്കളും ക്യാമ്പുകളിൽ എത്തി. കോളയാട് വനത്തിനുള്ളിൽ ഒറ്റപ്പെട്ട കുടുംബത്തിന് സുരക്ഷയൊരുക്കി തലശ്ശേരി തഹസിൽദാറും സംഘവും. കാടാച്ചിറ കണ്ണാടിച്ചാൽ കുന്ന് അപകട ഭീഷണി ഉയർത്തുന്നു. ദേശീയപാതയ്ക്കായി മണ്ണെടുത്തത് ജിയോളജി വകുപ്പിന്റെ അനുമതിയോടെ. തലയ്ക്കുമീതെ ദുരന്തം പേറുന്നത് 15ഓളം കുടുംബങ്ങൾ. കണ്ണടച്ച് അധികൃതർ. ഭാരത്തെ വെള്ളക്കെട്ടിൽ വലഞ്ഞ് നാട്ടുകാർ. ഡ്രൈനേജിന്റെ അപാകതയിൽ വരാനിരിക്കുന്നത് വലിയൊരു അപകടം. നടപ്പാത വെള്ളമെടുത്തതിനാൽ റോഡ് നടവഴിയാക്കി യാത്രക്കാർ. ഡ്രൈവർമാർ ജാഗ്രത. ഇതോടെ സിറ്റി ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.